ജെനിഫർ, തനിക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു താൻ ജെനിഫർ ആണെന്ന്? അങ്ങനെ അതൊക്കെ ചോദിക്കാനും പറയാനും നമ്മുടെ ഇനിയും സമയമുണ്ട് ടീച്ചർ. പക്ഷെ കുക്കു എവിടെ? എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണണം. പറ, അവൾ എവിടെ? നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലെ കുക്കു ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. അവൾ ആദ്യമേ ഞാൻ ജെനിഫർ ആണെന്ന് അറിഞ്ഞപ്പോ ഇവരോട് പറയാനായിട്ട് ഫോൺ ചെയ്തതാ. പക്ഷെ ഞാനാ അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരിക്കലും ജീവനോട് ഇരിക്കില്ല എന്ന് അവളെ ഭീഷണിപ്പെടുത്തിയത്. എനിക്കിനി ഒരിക്കലും ജീവനോട് ഇരിക്കാൻ ആയുസില്ലാന്ന് കള്ളം പറയേണ്ടി വന്നത്. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ കുക്കു ആരെയും ചതിച്ചിട്ടില്ല. എല്ലാവർക്കും വേണ്ടി സ്വയം എരിഞ്ഞെരിഞ്ഞ് തോറ്റു തന്നിട്ടേ ഉള്ളൂ അവൾ എപ്പോഴും. അവൾക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമാ. ഇവന് എന്നേക്കാൾ അവളെ ഇഷ്ടമാ. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇവന്റെ കൂടെ എനിക്ക് കുറച്ചു നാൾ ജീവിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. അതിനു വേണ്ടി മാത്രം ഞാൻ കുക്കുനോട് ജെനിഫർ ആണെന്നുള്ള സത്യം തുറന്നു പറഞ്ഞത്. അപ്പൊ തന്നെ അവളത് ഇവനെ വിളിച്ച് പറയാനിരുന്നത്. പക്ഷെ ഞാനാ വിളിക്കത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുക്കു ആരെയും ചതിച്ചിട്ടില്ല. ഇല്ല. മതി, പുകഞ്ഞ കൊള്ളി എന്നും പുറത്ത്. അവൾ ഈ വീട്ടിൽ വേണ്ട എന്ന് തീരുമാനിച്ചത് അവളുടെ ഭർത്താവായ ഇവനാ. അപ്പോ ഒരു ഭാര്യയുടെ ജീവിതം തീരുമാനിക്കുന്നത് ഭർത്താവല്ലേ? അവന്റെ മനസ്സിലോ അവന്റെ ജീവിതത്തിലോ അവൾക്കൊരു സ്ഥാനമില്ലാന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കാർക്കൊന്നും എതിർത്ത് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ഒരു കാര്യത്തെ ഈ വീട്ടിൽ ആരും തന്നെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു പോകരുത്. എല്ലാവരും അവരവരുടെ റൂമിൽ പോവുക. എന്താ വെച്ചാ നമുക്ക് നാളെ രാവിലെ ഇനി ആലോചിക്കാം. ഈ പാതിരാത്രി ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് എതിർക്കുന്ന ആൾക്കാർക്ക് ഈ വീട് വിട്ട് ഇറങ്ങി പോവാം. ഇനിയിപ്പോ അത് ജെനിഫർ ആയാലും കുക്കു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വീട് ഇങ്ങനെ തന്നെ പോകും. മതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാളെ രാവിലെ എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം. അല്ലാതെ ഈ പാതിരാത്രി വെറുതെ ഓരോന്ന് ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കണമെന്നില്ല ആരും. കേട്ടോ? എല്ലാരും പോയേ. പറഞ്ഞതൊക്കെ കടുവി കേറുന്നില്ല. അതെ, കടുവ എന്നെ ഇറക്കി വിട്ടാ ഞാൻ എവിടെ പോകും? പപ്പൂസ് ഒരിക്കലും എന്നെ വീട്ടിൽ കയറ്റത്തില്ല. അത് കടുവയ്ക്കറിയാലോ. കടുവയെ കെട്ടിയ പിന്നെ എന്റെ വീട്ടുകാരെല്ലാവരും എന്നെ വേണ്ടെന്ന് വെച്ച കണക്ക. അപ്പൊ ഞാൻ എവിടെ പോകും? ഒറ്റയ്ക്ക് ഈ പാതിരാത്രി ഞാൻ ഇറങ്ങിയ പപ്പൂസിന് ഒരുപാട് ശത്രുക്കൾ ഉള്ളതല്ലേ. ആരെങ്കിലും എന്തെങ്കിലും എന്നെ ചെയ്താ എന്ത് ചെയ്യും കടുവേ? പിന്നീട് ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവോ കടുവേ? എനിക്ക് അറിഞ്ഞൂടാ. കടുവ എന്നാലും എന്നോട് പോവാൻ പറഞ്ഞില്ല. കുക്കു, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. നിന്നോട് ദേഷ്യപ്പെട്ടു, സമ്മതിക്കുന്നു ഞാൻ. ജെനിഫർ എന്റെ ജീവിതത്തിൽ വന്ന വിവരവും അത് ജെനിഫർ ആണെന്ന് നീ എന്നോട് പറഞ്ഞ ഒരു കാരണവശാലും ഞാനൊന്നും എന്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടില്ലായിരുന്നു. കാരണം ഇന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുള്ള വിവരം നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നീ ഇത് എന്നോട് ചെയ്തപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ നീ വല്ല കുസൃതികളും കാണിച്ചവിടെ ഇറങ്ങിപ്പോകണ്ടെന്ന് വാശി പിടിച്ച് നിൽക്കുമെന്ന് വിചാരിച്ചു. നീ ഇറങ്ങിപ്പോയപ്പോ ആ ദേഷ്യത്തിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചതാ. നീ വിചാരിക്കുന്ന പോലെ ഞാൻ നീയേക്കാൾ ജെനിഫറെ ഇപ്പൊ സ്നേഹിക്കുന്നില്ല. അത് നീ മനസ്സിലാക്കണം. നിന്നോട് ദേഷ്യമോ വിദ്വേഷമോ ഒന്നും എനിക്കില്ല. നിനക്കിപ്പോ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ. നീ എവിടെയാ? ഭയന്ന് പോകുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സ് പറയുന്നുണ്ട് നിനക്കെന്തോ അപകടം പറ്റുന്നു. എനിക്ക് കുറച്ച് കാര്യം തന്നോട് പറയാനുണ്ട്. ജെനിഫർ, പ്ലീസ്, തനിക്ക് തിരിച്ച് കാനഡയിലേക്ക് പോകാനുള്ള തൻ്റെ ഫ്യൂച്ചർ സേഫ് ആകാനുള്ള എല്ലാ സെറ്റിൽമെൻറ്റും ഞാൻ ചെയ്തുതരാം. തന്നെ തിരിച്ച് കാനഡയിൽ എത്തിക്കേണ്ടത് എൻ്റെ അവകാശവും ഉത്തരവാദിത്വം കൂടെ. ഇപ്പോൾ പിന്നീട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ദൈവത്തെ ഓർത്ത് ദൈവം ചെയ്തു വീണ്ടും തിരിച്ചു മാത്രം വരരുത്. എൻ്റെ ജീവിതത്തിലേക്ക് കുക്കുവിനെ കഴിഞ്ഞിട്ട് ഇനി മറ്റാരുള്ളൂ. കുക്കു ഇല്ലാതെ ഞാൻ ഒന്നുമല്ല. താൻ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. കുക്കുവിൻ്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും താൻ എത്തില്ല.
താനിപ്പം എൻ്റെ മനസ്സിൽ ഒട്ടും ഇല്ല എന്ന് വരെ പറയാം. പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിനും എടുത്തുചാട്ടത്തിനും അവളോട് ദേഷ്യപ്പെട്ടതൊക്കെ ശരിയാ. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവളെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതുമല്ല. ഞാൻ പറയുന്നത് ദയവ് ചെയ്തൊന്ന് കേൾക്കാം. നിന്റെ ഈ എടുത്തുചേട്ടൻ കാരണം എന്നേക്ക് നിനക്ക് മാത്രം നഷ്ടം. നീ എന്താ വിചാരിക്കുന്നത്? കുക്കുനെ നിനക്ക് തിരിച്ചു കിട്ടുന്നു? പ്ലീസ്, എനിക്ക് പറയാനൊരു അവസരം നീ തരണം. ഞാൻ പറയുന്നത് മുഴുവനും കേട്ടതിന് ശേഷം നീ പറയുന്നത് നിന്റെ പ്രവർത്തികൾക്ക് നിന്ന് തരാൻ ഞാൻ തയ്യാറാണ്. കാരണം നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ച് വർഷം 2-3 കഴിഞ്ഞിട്ട് നിന്നെ തേടി വരാത്തത് ഓർമ്മയില്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ച് ഈ സത്യത്തിൽ ഒരു വിട്ടിയാ. അതൊന്നുമല്ലായിരുന്നു. വീട്ടുകാരെല്ലാവരും നിർബന്ധിച്ചപ്പോ പിന്നീട് നിന്നെ കാണണമെന്നും തോന്നിയില്ല. കാനഡയിൽ സെറ്റിലായപ്പോ തന്നെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം കുക്കുന്റെ അച്ഛൻ, അതായത് കേശവ് പണിക്കർ ഗ്രൂപ്പേഴ്സിന്റെ ഓൺ ഓണർ MD അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഞാൻ ജെനിഫർ ആണെന്ന് മനസ്സിലാക്കിയിരുന്നു. നിന്നെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് മറ്റൊരു രീതിയിലാണ് പറഞ്ഞത്. കുക്കു നിന്നെ ഒട്ടും ഇഷ്ടമല്ലാതെ വന്ന് വിവാഹം കഴിച്ചതാണ്. നിന്റെ കുടുംബത്തിന് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നും തന്റെ മകളെ തനിക്ക് തിരിച്ചു വേണമെന്നും ഒരച്ഛൻ പറഞ്ഞതും പിന്നെ അദ്ദേഹം എനിക്ക് നേരെ ഒരുപാട് ഓഫേഴ്സ് നീട്ടിവെക്കുകയും ചെയ്തു. എന്റെ ഫ്യൂച്ചർ ലൈഫ് സെറ്റിൽ ആവാനുള്ള എല്ലാ ക്യാഷ് എമൗണ്ടും സെറ്റിൽ ചെയ്യാമെന്നും പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എനിക്കത് തെറ്റ് തോന്നിയില്ല. പിന്നെ എനിക്ക് കിട്ടുകയും ചെയ്യും. ഫ്യൂച്ചർ സെറ്റിൽ ആവാനുള്ള മുഴുവൻ ക്യാഷും എന്റെ കയ്യിൽ കിട്ടും. പിന്നെ ഞാൻ എന്തിനാ മാറുന്നതിന് അടിച്ചു. അതിനാ ഇങ്ങോട്ടേക്ക് ഞാൻ തിരിച്ച് മുത്തശ്ശിയെ കണ്ട് വന്നത്. എന്റെ മനസ്സ് മുഴുവൻ എങ്ങനെ നിന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാന്നായിരുന്നു കുക്കുവിനെ പുറത്താക്കണമെന്ന്. അതുകൊണ്ട് നാട്ടിൽ ചെന്ന് ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചത് എന്ന് പറഞ്ഞ് മുത്തശ്ശി നിന്റെയും കുക്കുവിന്റെ ഇടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി മാത്രം എന്നെ ഉപയോഗിച്ചു. ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അവസാനം എനിക്ക് കുക്കുവിനോട് മാറ്റി പറയേണ്ടി വന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി നിങ്ങൾ പരസ്പരം എത്ര വലിയ ബോണ്ടിങ് ആണുള്ളതെന്ന്. പക്ഷെ അപ്പോഴത്തേക്ക് എല്ലാ കാര്യവും കൈവിട്ടുപോയി. കുക്കു എന്നോട് പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയോ? ജെനിഫർ, ഞാനിപ്പം വന്ന സമയം കറിവില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്ക് പറയാം, ഞാൻ ഇനി സ്വന്തമാക്കണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പറയുക, താൻ ഇനി മൃതത്രണമായിട്ട് വേണ്ട, ജെനിഫറിന്റെ തൃണമായിട്ട്, ജെനിഫറിന്റെ തിച്ചുമായിട്ട് തന്നെ കടുവയിരുന്നോട്ടെ. ഇനി ഇവിടെ കടുവയില്ല, തിച്ചു മാത്രം. എന്നും നീക്ക് കടുവിൽ നിന്നും അകലെ എൻ്റെ മരണത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കടുവിൽ നിന്നും അകന്നു പോകുന്നത് കുക്കുവിൻ്റെ ശരീരം മാത്രമായിരിക്കും. മനസ്സ് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. കടുവിൽ നിന്നും അകലുന്നത് ഈ ശരീരം മാത്രമായിരിക്കും. മരവിച്ച മനസ്സുമായിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഞാനായാലും ഇപ്പം തിരിച്ചു പോയാൽ എൻ്റെ പാരൻസെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്യും, എൻ്റെ അച്ഛനെങ്കിലും എന്നെ സ്വീകരിക്കും. പക്ഷെ തൻ്റെ കാര്യം അതിലും കഷ്ടമാണ്. ഇത്രയും വർഷം താൻ കടുവയ്ക്ക് വേണ്ടി കാത്തിരുന്നതല്ലേ, താൻ തന്നെ വെച്ചു കടുവ. പക്ഷെ അതിലൊക്കെ കുക്കു ഇങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോൾ എന്റെ മനസ്സറിഞ്ഞില്ല. പക്ഷെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ്, ഇവിടെ വരുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞിരുന്നു, കുക്കുവിന്റെ വയറ്റിൽ നിന്റെ 1 മാസം പ്രായമുള്ള കുഞ്ഞുണ്ടെന്ന്. ആ കുഞ്ഞിനെ ഇറക്കും അവളെ നെഞ്ഞിൽ നിന്ന് മറച്ചു വെച്ചു. എല്ലാം നീ ഹാപ്പി ആയിരിക്കണം, ഞാൻ നിന്റെ അടുത്ത് വേണമെന്ന് കരുതിയിട്ട്. പക്ഷെ ഞാനൊരു സത്യം ഭയം, അവളുടെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ? ഉറപ്പായി പണിക്കർ സാർ ഇതിനകം വന്ന പണിക്കർ സാർ കുക്കുവിനെയും കൊണ്ടേ പോവൂ. ഒരുപക്ഷെ അയാൾ വന്നു കഴിഞ്ഞാൽ നിന്റെ കുക്കുവിന്റെയും അവളുടെ വയറ്റി വളരുന്ന നിന്റെ കുഞ്ഞിനെയും അവരുടെ 2 പേരുടെ നിഴലിൽ പോലും തുടർന്നില്ല അയാൾ സമ്മതിക്കില്ല.
ആദ്യമൊക്കെ അവളെ വിലക്കുമായിരിക്കും ആ കുഞ്ഞിനെ വളർത്തുന്നതിന്. പക്ഷെ പതിയെ പതിയെ അത് അംഗീകരിക്കും. കാരണം ഒരു സിംഗിൾ ഡാഡാണ്. സ്വന്തം മോളെ അമ്മയില്ലാതെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയത് കൊണ്ട് കുഞ്ഞുങ്ങളെ വിലയാൾക്കറിയാം. അതുകൊണ്ട് മാത്രം. പക്ഷെ നിന്നെ മാത്രം അവളെ നിഴലിൽ തൊടാൻ പോലും അയാൾ സമ്മതിക്കില്ല. എവിടെ കൊണ്ടുപോകുന്നെന്ന് പോലും നീ അറിയില്ല. പണത്തിന് വേണ്ടിയാണ് ഞാൻ ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് സ്നേഹത്തിന്റെ വില പണത്തിന്റെ പ്രൗഢിയേക്കാളും അതിന്റെ വാല്യൂവിനേക്കാളും എത്രയോ വലുതാണെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. കുക്കുവിനെ തേടി ഇപ്പൊ ഇവിടെ ഉള്ളത് പണിക്കർ മാത്രമല്ല, മൗനം മനസ്സും എല്ലാവരും ഉണ്ട്. ഒരുപക്ഷെ പണിക്കർ സാറ് നിന്റെ കുഞ്ഞിനെ വളർത്താൻ സമ്മതിച്ചെന്നിരിക്കും. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല. അവരുടെ കണ്ണു മുഴുവൻ കുക്കുവിന് മഹത്വം. കൊന്നു പറയാൻ പോലും മടിക്കില്ല അവര് സ്വത്തിന് വേണ്ടി. അതുകൊണ്ട് പറയുവാന് നിനക്കൊരിക്കലെങ്കിൽ നിന്റെ കുക്കുവിനെ തിരിച്ചു കിട്ടില്ല. നീ ചെയ്ത എടുത്തുചാട്ടം അവരെ നിന്നിൽ നിന്നും എന്നേക്കായി അകറ്റി കഴിഞ്ഞു. പ്രണവി, നീ ഒന്ന് വേഗം വന്നേ. കുക്കുമോള് ഹോസ്പിറ്റലില്. ആ പാർമീസെ എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നറിയാൻ വേണ്ടി കാത്തിരിക്കുക. ബൈ.